വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് പോലീസ് സൂപ്രണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് പരോളിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വേദയെക്കുറിച്ചും അന്വേഷിക്കണ്ടേന്നൊക്കെ ചോദിക്കണം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദ മനഃപൂർവ്വം മാറി നിൽക്കണം. ഞാൻ എന്നാണോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അന്ന് മാത്രമേ അവൾ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. അതുവരെ അവൾ മറഞ്ഞിരിക്കും. അവളെ ദ്രോഹിക്കാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പുറത്തിറങ്ങിയ ശേഷം അവൾ വരും. അവൾ വന്നിട്ട് ഞങ്ങളെ ദ്രോഹിച്ചവർക്കെതിരെ എന്നിട്ട് ഒരുമിച്ച് നിന്ന് പോരാടും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് പോലീസ് സൂപ്രണ്ട് പറയുന്നുണ്ട്, ഇനിയും നീ അകത്തേക്ക് വരാനാണോ പ്ലാന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും സാറ് പരോളിന് അപേക്ഷിക്കണം. എനിക്ക് അച്ഛൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കണമെന്നുണ്ട്. അതറിയുമ്പോൾ വേദയും തിരിച്ചു വരികയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്താണെങ്കിൽ ആകെ പേടിച്ചിട്ടിരിക്കുന്നുണ്ട്. അവൻ മിട്ടാക്കി ഗുണ്ടകൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അവളെ സഹായിക്കാൻ അവിടെ ആരോ ഉണ്ട്, അതുകൊണ്ടാണ് അവർ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കാത്തത്. എന്തോ നടന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ പറയുന്നുണ്ട്. തരുൺ കുഞ്ഞിനെ തൊട്ടിലിട്ടാട്ടി ഉറക്കുന്നുണ്ട്. അന്നേരം പോയിട്ട് സേതുലക്ഷ്മി കുഞ്ഞിനെ എടുക്കാൻ പോകുമ്പോൾ തരുൺ പറയുന്നുണ്ട്, കുഞ്ഞ് ഇവിടെ കിടന്നോട്ടെ, അവൾ ഉറങ്ങിയല്ലോ, ഇനി കുറച്ച് കഴിഞ്ഞിട്ടല്ലേ എണീക്കുള്ളൂ, ഞാൻ ആട്ടി ഉറക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാവില്ല മോനെ, രാത്രി എണീച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാകും. അപ്പോൾ കുഞ്ഞ് വേദയുടെ അടുത്ത് കിടക്കുന്നതാണ് നല്ലത്. രാത്രി വിശന്ന് കരയുമ്പോൾ നീ എടുത്തിട്ട് എന്താ കാര്യം, അവളുടെ അടുത്താണെങ്കിൽ പാൽ കൊടുത്ത് ഉറക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. തരുൺ പറയുന്നുണ്ട്, നമ്മൾ അന്നെടുത്ത തീരുമാനം തെറ്റായി പോയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കുഞ്ഞിനെ എത്രയും വേഗം കുപ്പിപ്പാൽ കൊടുത്ത് ശീലിപ്പിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പുറത്തുനിന്ന് വേദ അതൊക്കെ കേട്ടിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് എന്നെ വിട്ട് അകലെയാണോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സേതുലക്ഷ്മി കുഞ്ഞിനെ എടുത്തിട്ട് വേദയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവളിങ്ങനെ കുഞ്ഞിനെ മടിയിലെടുത്തിട്ട് ഓരോന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. വേദ കുഞ്ഞിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അമ്മയോട് ക്ഷമിക്കണേ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വിക്രത്തെക്കുറിച്ചും ഓരോന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇടേണ്ട പേരും, അങ്ങനെ വേദ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം വേദയുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് പേരിടാനോ കുഞ്ഞിനുള്ള ഡ്രസ്സ് എടുത്ത് വയ്ക്കുകയോ ചെയ്യാൻ പാടില്ല, അതൊക്കെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. വിക്രം അതുപോലെ ജയിലിലിരുന്ന് വേദയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവർ മുമ്പ് സ്നേഹിച്ച് നടന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞ ഓരോ വാക്കുകളും ഇങ്ങനെ ആലോചിച്ചിട്ട് അതിനെ വിഷമിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.